ഓം നമ ശിവായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സർവകാര്യവിജയത്തിനും ജീവിതത്തിൽ ഉത്സാഹവും ഉന്മേഷവും വരുവാനും ചെയ്യുന്ന പ്രവർത്തികൾ തെറ്റുകൂടാതെയും നല്ല രീതിയിലും ചെയ്തു തീർക്കുവാനും പറ്റിയ ഒരു ഉത്തമമായ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ബജ്രംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വിശിഷ്ടമായ ഒരു ചാത്തൻ മന്ത്രമാണ്. ഈ ചാത്തൻ മന്ത്രം ദിവസേന ഉരുവിടുന്നതിലൂടെ നമ്മൾക്ക് ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല നേട്ടങ്ങളും കാര്യക്ഷമതയും അതുപോലെ വേണ്ടത് വേണ്ടപ്പോൾ തോന്നാനും ദൃഷ്ടിദോഷം, ശത്രുദോഷം, മറ്റുള്ള ബാധാദോഷങ്ങൾ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ബാധിക്കാതിരിക്കാനും അതുപോലെ തന്നെ ശാരീരികമായിട്ട് വരുന്ന രോഗങ്ങൾ നിന്ന് മുക്തി നേടാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ധനസമ്പാദ്യത്തിനും കുടുംബ സൗഖ്യത്തിനും എല്ലാം വളരെ ഉചിതമായ ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത്. ഈ മന്ത്രം നിത്യപാരായണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് മഹാദേവൻ്റെ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ അല്ലെങ്കിൽ നമശിവായ എന്ന് മന്ത്രം 11 ജപിക്കുന്നതും അതുപോലെ തന്നെ ഭുവനേശ്വരി മന്ത്രമായ ഓം ഹ്രീം നമ എന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 ഉരുവെങ്കിലും ജപിച്ചതിന് ശേഷം ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്, വളരെ ഗുണപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഒരു മണ്ഡലകാലം 41 ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മന്ത്രസിദ്ധി കൈവരിക്കുകയും പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മേൽപ്പറഞ്ഞ മാതിരി ഓം നമ ശിവായ ജപിക്കുകയും ഓം ഹ്രീം നമ ജപിക്കുകയും ചെയ്ത് ഈ മന്ത്രം ഒരു 3 തവണ ജപിച്ച് ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് വളരെ പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ചാത്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നേരത്തെയുള്ള വീഡിയോകളിൽ ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ചിത്തത്തെ ഉണർത്തുന്നവൻ ചാത്തൻ, അതായത് നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ഓരോ കഴിവുകളും ഭഗവാൻ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. ആ കഴിവുകളെ പുറത്തെടുക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ശക്തിയാണ് ചാത്തൻ. അതുകൊണ്ടാണ് ചാത്തനെ ഭജിക്കുന്നതിലൂടെ വെച്ചടി കയറ്റം. നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, പെട്ടെന്ന് ഒരാൾ ശരിയായി നല്ല രീതിയിൽ നല്ല സ്ഥിതി, സാമ്പത്തിക സ്ഥിതിയും ജീവിത രീതിയൊക്കെ നല്ല രീതിയിലായി കഴിഞ്ഞാൽ എല്ലാവരും പറയുക അവന് ചാത്തൻ സേവിയാണെന്ന് പറയും. അത് വളരെ ശരിയാണ്. ഈ ദേവതാ സങ്കല്പം ക്ഷിപ്രപ്രസാദിയാണ്. സാക്ഷാൽ മഹാദേവൻ്റെ മാതിരി തന്നെ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്. അപ്പോൾ ഇത് പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അനുഗ്രഹം ചൊരിഞ്ഞ് നമ്മുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് ഉയർച്ച നേടാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ മന്ത്രം ഞാനിവിടെ പറയുകയാണ്. ഓം പരമേശ്വരപുത്രായ പാർവതീനന്ദനായ ത്രിഗുണാത്മകായ മഹാചാത്തായ നമ എന്നാണ് ഈ മന്ത്രം. ഈ മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓം നമ ശിവായ 11 ജപിച്ചും ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം 6 ജപിച്ചും നമ്മൾക്ക് സിദ്ധി വരുത്താവുന്നതാണ്. ചുരുങ്ങിയത് 108 ഉരുവെങ്കിലും 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി നമ്മൾ ചെയ്താൽ നമ്മളുടെ ഏതൊരു ഉദ്ദിഷ്ട കാര്യവും സദുദ്ദേശമായ ഏതൊരു കാര്യവും ഭഗവാന്റെ അനുഗ്രഹത്താൽ എത്രയും പെട്ടെന്ന് നടത്തിത്തരും എന്നുള്ളതും ഭഗവാൻ എപ്പോഴും നമുക്കൊരു താങ്ങും തണലുമായി നമ്മുടെ മുമ്പിലും ഇടതും വലതും പിന്നിലുമായി നിന്ന് നമ്മൾക്ക് നേർവഴി കാണിച്ചു തരികയും ആയുരാരോഗ്യ സൗഖ്യം തരികയും നമ്മുടെ ദുരിതങ്ങൾ അകറ്റി ജീവിതം സന്തോഷപൂർണ്ണമാക്കി തരികയും ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.